ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡാറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ജൂലൈ മന്ത് റീഡിംഗ് ആണ്. ജൂലൈ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്കുള്ളതെന്നാണ് നോക്കാൻ പോണത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പിന്നെ കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ജൂലൈ മാസത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, കരിയർ, ഫിനാൻസ്, പിന്നെ സ്പിരിച്വാലിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പ്, റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡാണ് വന്നിട്ടുള്ളത്. കരിയർ, ഫിനാൻസും വന്നിട്ടുള്ളത് ത്രോട്ട് ചക്രയാണ്. പിന്നെ സ്പിരിച്വാലിറ്റിയിൽ വന്നിട്ടുള്ളത് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ്. പിന്നെ അയ്യോ, ഇങ്ങനെ ഒന്ന് നീങ്ങാമോ? പൊക്കോ. നുമ്മ നുമ്മ ഒന്ന് അടങ്ങിയിരിക്കണേ നുമ്മ, പ്ലീസ്. അതിൽ നമുക്ക് ആരോ നോക്കാം. റിലേഷൻഷിപ്പില് ജഡ്ജ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഡെവിള് വന്നിട്ടുണ്ട്. ജഡ്ജ്മെന്റ്, ഡെവിള്, മൂന്നാമത് സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. കരിയർ, ഫിനാൻസില് നയൻ ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് സോഡ്സ്, പേജ് ഓഫ് സോഡ്സ്. പിന്നെ സ്പിരിച്വാലിറ്റിയിൽ നോക്കുമ്പം മജീഷ്യൻ, കിങ് ഓഫ് പെന്റക്കിൾസ്, ദ ഫൂളും വന്നിട്ടുണ്ട്. ഈ ജൂലൈ മാസത്തില് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ് കേട്ടോ. ഇതില് നിങ്ങൾ ബന്ധങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു നിലയിലേക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു മാസം നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത്. എന്താണ് വിട്ടുകളയേണ്ടത്? ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. പഴയ ചില സിറ്റുവേഷൻ, മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ചില കാര്യം, ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴും വേദനയോടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളയണം എന്നാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾ ശരിക്കും ആദ്യം ചെയ്യേണ്ടത് ഈ ജഡ്ജ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പഴയ ചാപ്റ്റർ നിങ്ങൾ ക്ലോസ് ചെയ്യണം എന്നാണ് കേട്ടോ. ഇതില് ഈ പഴയ പെയിൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നേക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഒരു പഴയ വ്യക്തിയോ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒന്നേന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. പിന്നെ ആരോടെങ്കിലും വീണ്ടും റീകണക്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു ശരിക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷൻ നിങ്ങൾക്ക് വന്നേക്കാം. പിന്നെ ചില കാര്യങ്ങളിൽ ഒരു ക്ലോഷർ വേണം എന്ന് അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ചില ബന്ധങ്ങളായിരിക്കാം, ചില ചിന്തകളായിരിക്കാം, ചില ഇമോഷൻസ് ആയിരിക്കാം. അപ്പോൾ ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങൾ അതെന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ചില ബന്ധങ്ങളാണ് ക്ലോസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ പറയുന്നു. പിന്നെ ചില ഇമോഷനാണെങ്കിൽ അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങൾ, ആ ഒരു വേദനകളാണ് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ക്ലോസ് ചെയ്ത് കളയുക. എന്തായാലും ചില ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഇനി പഴയ പോലെ ആയിരിക്കരുത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് വേറെ ഒരു തരത്തിലുള്ള ഗ്രോത്തും ഇല്ലാതെ നിങ്ങൾ ഇതിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമല്ലെന്ന് സ്വയം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് തന്നെ കാണുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് എന്തിനാണ് ഞാൻ ഇത്ര സഹിച്ചത്, ഈ സഹിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയം ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ ഓവർ ഗിവിങ് ആയിരുന്ന ആൾക്കാരും എല്ലാം അങ്ങോട്ട് കൊടുത്തോണ്ടിരുന്നു, എല്ലാം ഒരുപാട് സഹിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സഹിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഞാൻ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് സ്വയം നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ഡെവിളാണ്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് തോന്നിയേക്കാം.
ഒരു ഒബ്സഷൻ തോന്നിയേക്കാം. പിന്നെ ഒരു ഡിപ്പെൻഡൻസി തോന്നിയേക്കാം. ഈ ആളില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഈ ഒരു ജൂലൈയിൽ വന്നേക്കാം. ചിലപ്പോൾ ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളഞ്ഞതായിരിക്കാം, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ ക്ലോസ് ചെയ്ത് കളഞ്ഞതായിരിക്കാം. എന്നാലും തിരിച്ച് വീണ്ടും ആ വ്യക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ളൊരു പാസ്റ്റിലെ അതേ സെയിം ഇമോഷൻ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു ജൂലൈ മന്തിൽ വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. എന്നാൽ ഒരു ടോക്സിക് പാറ്റേൺ വീണ്ടും ക്രിയേറ്റ് ചെയ്യും. വീണ്ടും അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ ബുദ്ധിയും കൂടി ഉപയോഗിച്ച് നിങ്ങൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നമ്മളെപ്പോഴും ഇമോഷൻ വെച്ച് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇതിൽ ചിലപ്പോൾ ഇത് നിങ്ങൾക്കായിരിക്കില്ല, നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആ ഒരു വ്യക്തിക്കായിരിക്കാം, നിങ്ങൾ മനസ്സിലുള്ള ആ ഒരു വ്യക്തിക്കായിരിക്കാം. ഇത്രയും കാലം നിങ്ങൾ പിറകെ നടന്ന് നിങ്ങൾ സഹിച്ച് നിങ്ങൾ അറ്റാച്ച്ഡ് ആയി അങ്ങനെ ഇരുന്നെങ്കിൽ, നിങ്ങൾ ഒബ്സസ്ഡ് ആയിരുന്നെങ്കിൽ ചിലപ്പം ഈ ഒരു സമയം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അത്രയും ഒബ്സഷനോടുകൂടി നിങ്ങളിലേക്ക് വന്നേക്കാം. പിന്നെ ആ ആളിന് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നുള്ളൊരു തോന്നൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അവർക്കൊരു ഇമോഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടാകാമെന്നാണ് കാണുന്നത്. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റൂല, അവർക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നുള്ളൊരു തോന്നൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഒരു ജഡ്ജ്മെന്റ് വന്നതുകൊണ്ട് തന്നെ ചില കുറേ ആൾക്കാർക്കും ഇത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിക്കായിരിക്കാം ഇങ്ങോട്ട് നിങ്ങളോട് ഇത് തോന്നുന്നത് എന്നുള്ളതാണ് കാണുന്നത്. കാരണം നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ വിട്ട് കളഞ്ഞതായിരിക്കാം. നിങ്ങൾ ഒരു ഭാഗത്ത് എപ്പോഴാണോ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നിന്ന് ആ ഒരു സ്ഥലത്തേക്ക് അവരിപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത്. ഇത് അടുത്ത് വന്നിട്ടുള്ള സ്ട്രെങ്ത് ആണ്. ഇത് ഈ ഒരു മാസത്തിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്ട്രെങ്തിൽ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞേക്കാം. നിങ്ങളുടെ ചില കാര്യങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയും. നിങ്ങളുടെ സെൽഫ് കൺട്രോൾ കൂടും ഈ ഒരു മാസം. മാത്രമല്ല സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ ഒരു കാര്യവും ചെയ്യാൻ നിങ്ങൾക്ക് തോന്നൂല. അപ്പോൾ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, സെൽഫ് റെസ്പെക്റ്റോട് കൂടി ഇരിക്കണം, നിങ്ങളുടെ കൺട്രോൾ കളയാതിരിക്കണം, നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കാൻ കഴിയണം നിങ്ങൾക്ക്. മാത്രമല്ല അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഈ ഒരു മാസം ഉണ്ടാക്കാതിരിക്കുക, നിങ്ങളായിട്ട് ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഇതിൽ ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡാണ്. അപ്പോൾ ഈ ഒരു സമയമാണ് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത്. മാത്രമല്ല പുറത്തുള്ള ആൾക്കാർ, ഈ റിലേഷൻഷിപ്പിലുള്ള ആൾ മാത്രമല്ല, പുറത്തുള്ള ആൾക്കാർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടായിരിക്കണം ചിലപ്പോൾ ആ ഒരു ആള് നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്. കാരണം മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഇത് നേരത്തെ തോന്നാത്തതെന്നൊക്കെ ആ ഒരാളിന് തോന്നിയേക്കാം. പിന്നെ ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ബിസി ആയിരിക്കാം. അപ്പോൾ നിങ്ങളെ അവർക്ക് ചിലപ്പോൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരു സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ കൂടുതൽ തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരുന്ന ആരും നമ്മളെ റെസ്പെക്ട് ചെയ്യില്ല, അത് മനസ്സിലാക്കുക. നമ്മളുടെ കാര്യങ്ങളിൽ ബിസി ആയിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബൗണ്ടറി വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മറ്റുള്ളവർക്ക് അവൈലബിൾ ആയിരിക്കേണ്ടത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൽ ജൂലൈ മാസത്തിൽ നിങ്ങൾ ആ ഒരാളിനെ ചേസ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു വാല്യൂ എന്താണെന്ന് അവർ മനസ്സിലാക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ബെഗ് ചെയ്യാതിരിക്കുക. ഇവരുടെ അടുത്തേക്ക് ബെഗ് ചെയ്ത് നിങ്ങൾ പോവുകയും ചെയ്യരുത്. ഒന്നിനും ഫോഴ്സ് ചെയ്യരുത്. എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് സ്നേഹം വേണം, എന്നെ സ്നേഹിച്ചേ പറ്റുള്ളൂ, ഞാൻ തന്നൊക്കെ തിരിച്ചു തരണം, ഇതൊന്നും നിങ്ങൾ അങ്ങോട്ട് പറയാതിരിക്കുക. നിങ്ങൾ സോഫ്റ്റ് ആയിട്ടിരിക്കുക. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്തിലിരിക്കുക ഈ ഒരു ജൂലൈ മാസം. അടുത്ത് കരിയർ ആൻഡ് ഫിനാൻസ് ആണ്. അപ്പോൾ കരിയർ ഫിനാൻസിൽ ആദ്യം വന്നിട്ടുള്ളത് റോഡ് ചക്രയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ
ശരിക്കും പറയേണ്ടത് ഈ ഒരു സമയം പറയും. നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങൾ സംസാരിക്കാതിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പറയേണ്ട കാര്യം പറയേണ്ടതുപോലെ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ് കാണുന്നത്. ഇതിൽ എന്നിട്ട് ശരിക്കും പറയാൻ പേടിച്ചിരുന്ന കാര്യം, ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വല്ല പ്രൊമോഷനും ഒക്കെ കിട്ടാനാണ് ഇരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ എനിക്ക് പ്രൊമോഷൻ കിട്ടാതിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മാസം അതൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ പറയാൻ പോകുന്നു. നിങ്ങൾ സത്യം പറയണമെന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത്. ഈ പേടി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ മാറ്റി വയ്ക്കുക. എന്നാൽ വളരെ സോഫ്റ്റായിട്ട്, ആരെയും വിഷമിപ്പിക്കാതെ, എന്നാൽ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ, വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും സംസാരിക്കും എന്നാണ് കാണുന്നത്. ഇപ്പം ഇതിൽ സംസാരിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ സംസാരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്, അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത്. പിന്നെ ഇതിൽ അടുത്ത് വന്നിട്ടുള്ളത് 9 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. ഇതില് കുറേ ആൾക്കാർ കുറേ തവണ എക്സാം എഴുതുകയും അല്ലെങ്കിൽ കുറേ എഫേർട്ടോടെ ഒക്കെ ചെയ്തിട്ട് വീണ്ടും വീണ്ടും അത് പറ്റുന്നില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിക്കണമെങ്കിൽ ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ കുറേ തവണ നിങ്ങൾ റിപ്പീറ്റായിട്ട് നിങ്ങൾ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കാം. പിന്നെ വീണ്ടും അതുപോലെ കുറേ തവണ എക്സാം എഴുതിയാലും വീണ്ടും നിങ്ങൾക്ക് നിരാശയായിരിക്കും വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഈ ഒരു മാസം, അല്ലെങ്കിൽ എക്സാം അല്ല, എന്ത് എഫേർട്ടായാലും നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ഫിനാൻസിലും അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ട് വീണ്ടും നിങ്ങൾക്ക് നിരാശയാണ് ഉണ്ടെങ്കിൽ നിങ്ങളത് ചിന്തിക്കുകയേ വേണ്ട. നിങ്ങൾ വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ ഏകദേശം അവിടെ എത്തി എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് വിദേശത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് എക്സാം എഴുതി അത് റിസൾട്ട് കിട്ടാതിരിക്കുന്ന ആൾക്കാർ. പക്ഷെ നിങ്ങൾക്ക് അത് കിട്ടി എന്ന് തന്നെ, കിട്ടാറായി എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. അടുത്ത് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ഇതിൽ പുതിയ ഐഡിയ നിങ്ങൾക്ക് വരാം. പുതിയൊരു ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇത് ത്രോട്ട് ചക്രയും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ കിട്ടുമ്പം, ജൂലൈയിൽ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതുവരെ ഭയപ്പെട്ടിരുന്ന പല കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ത്രോട്ട് ചക്ര ആക്റ്റീവ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ കിട്ടും എന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു ടീച്ചിങ്ങിനൊക്കെ ഇൻ്റർവ്യൂ കാത്തിരുന്ന ആൾക്കാർ, അത് ഈ ഒരു സമയം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകും എന്നാണ് കാണുന്നത് കേട്ടോ. കാരണം കമ്മ്യൂണിക്കേഷനും വന്നിട്ട് ഇതിൽ ത്രോട്ട് ചക്രയും വന്നിട്ടുണ്ട്, ക്യൂർ ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ഒരു ഓൺലൈൻ പ്രസൻറ്റേഷനൊക്കെ വരുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നല്ല മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. അപ്പം പുതിയ സ്കിൽ എന്തെങ്കിലും പഠിക്കാൻ പറ്റും നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം പഠിക്കും എന്നാണ് കാണുന്നത്. നിങ്ങളുടെ എന്തായാലും ഈ ജൂലൈ മാസത്തിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നല്ലതാകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടുമെന്നാണ് കാണുന്നത്. പിന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് ഒന്നും അല്ല, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് വരുന്നതെന്നാണ് കാണുന്നത്. പക്ഷേ കെയർഫുൾ ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. കൂടുതലും നമ്മൾ ഈ ആവശ്യമില്ലാത്ത പൈസ ചിലവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നൊരു കാൽക്കുലേഷൻ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് വേണം കേട്ടോ. നിങ്ങൾ ഈ മാസം തുടങ്ങുന്ന ആ സമയം തന്നെ നിങ്ങളൊരു ചാർട്ട് തയ്യാറാക്കി വയ്ക്കുക. നമ്മൾ എന്തൊക്കെ ആവശ്യങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വാങ്ങേണ്ടത്. നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങുന്ന ആൾക്കാരുണ്ട്, നമ്മളത് യൂസ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, ഈ ഒരു മാസം ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് കാണുന്നത്. ആവശ്യമില്ലാത്ത ചിലവുകൾ നമുക്ക് പലപ്പോഴും നമ്മൾ മാസാവസാനം നോക്കുമ്പോൾ ഒരുപാട് ചിലവ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് ചിലവാക്കിയേക്കാം. അപ്പം അത് ഈ ഒരു മാസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ നിങ്ങളുടെ അറിവ് ഷെയർ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പം അതിൽ ടീച്ചിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല ഒരു റെക്കഗ്നിഷൻ കിട്ടുമെന്നാണ് കാണുന്നത്. പിന്നെ
സംസാരിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണരുന്നുണ്ട്. ഈ പേജ് ഓഫ് സോഴ്സും അതാണ് പറയുന്നത്. നിങ്ങൾ ഇത് ക്യൂൻ ഓഫ് സോഴ്സും പേജ് ഓഫ് സോഴ്സും തോട്ട് ചക്രയും വന്നിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങൾ ചിലപ്പോൾ ചക്ര മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ത്രോട്ട് ചക്രയൊക്കെ ഓപ്പൺ ആകുന്ന ഒരു സമയമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരോട് എന്തും കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇമോഷൻസ് ഒന്നും ഇല്ലാതെ, എന്നാൽ മറ്റാരെയും വേദനിപ്പിക്കാതെ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ ജൂലൈയിൽ പറയാൻ പറ്റും. ഇത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ സംസാരിക്കുന്ന കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമില്ലാത്തത് പറയുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പക്ഷേ നിങ്ങളുടെ ത്രോട്ട് ചക്ര ഓപ്പൺ ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കും ഈ ഒരു മാസം. അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇതില് സ്പിരിച്വാലിറ്റിയിൽ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതില് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയുന്നത് വളരെ ക്ഷമയോടെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഒന്നിനും തിടുക്കപ്പെടാതിരിക്കുക. ഇപ്പം തന്നെ വേണം. നിങ്ങൾ ഒരുപാട് സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഒരു ഫലമൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എഫേർട്ടിനനുസരിച്ചുള്ള ഫലമൊന്നും കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കില്ല. എന്നിരുന്നാലും നിങ്ങൾ ഒരുപാട് റഷ് ചെയ്യാതിരിക്കുക. ഈ ഡിവൈൻ ടൈം അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യത്തിനുള്ള ഫലമുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് കാണുന്നില്ലായിരിക്കാം. നമ്മൾ അത് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അത് ചിലപ്പോൾ വളരെ ചെറിയ രീതിയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എനിക്ക് എന്തുകൊണ്ടാണത് കിട്ടാത്തത് എന്നുള്ളൊരു ഇതിൽ നിങ്ങൾ ഇരിക്കാതിരിക്കുക. ഒരു നമ്മളൊരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ അതെന്തായാലും മുളച്ച് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് അവിടെ ആൾറെഡി ആ ഒരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുക. പിന്നെ മജീഷ്യനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പ്രയറും ഒക്കെ ഈ ഒരു സമയം ദൈവം കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഈ ഒരു മന്തിൽ മാനിഫെസ്റ്റേഷൻ പവർ ശരിക്കും സ്ട്രോങ് ആണ്. നിങ്ങളുടെ പ്രയറും മെഡിറ്റേഷനും വളരെ ഫലം കാണുന്നൊരു സമയമാണ്. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഹീലിങ്ങും കൗൺസിലിങ്ങും ഒക്കെ ഈ ഒരു മാസം ചെയ്താൽ ശരിക്കും അത് എഫക്റ്റ് ആകുമെന്നാണ് കാണുന്നത്. നിങ്ങൾ സെൽഫ് ഹീലിംഗ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സെൽഫ് ഹീലിംഗ് ചെയ്യുക. പിന്നെ കൗൺസിലിംഗ് ഒക്കെ വേണ്ട ആൾക്കാർ ഈ ഒരു സമയം നിങ്ങൾ കൗൺസിൽ ചെയ്ത് പഴയ ഊണ്ടൊക്കെ ഹീൽ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം ഒരുപാട് സ്പിരിച്വൽ ഗിഫ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യണം മാക്സിമം. പിന്നെ വന്നിട്ടുള്ളത് കിങ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി മാത്രമല്ല മെറ്റീരിയൽ സക്സസ് ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ഒരു ഫുൾഫിൽമെന്റിന്റെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളിപ്പം ചെയ്യുന്ന ആ ഒരു സ്പിരിച്വൽ വർക്ക് കൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്കും ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ഇതാകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്ന സ്പിരിച്വൽ വർക്കിലൂടെ നിങ്ങൾക്ക് ധാരാളം പൈസ നിങ്ങളിലേക്ക് വരും എന്നാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അത് വന്നോളും. ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സ്പിരിച്വൽ വർക്കായിരിക്കും. ചിലപ്പോൾ കുറേ ആൾക്കാരും ഇത് സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ടാരോ റീഡേഴ്സോ അല്ലെങ്കിൽ ഹീലേഴ്സോ അങ്ങനെയുള്ള സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ധാരാളം പണം കിട്ടുമെന്നാണ്. അതുകൊണ്ട് നിങ്ങളത് റഷ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജൂലൈ മാസം ഒരു പുതിയ തുടക്കമാണെന്നാണ് കാണുന്നത്. ഒരു പുതിയ വഴിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് ഈ ഒരു സമയം. പിന്നെ വിശ്വാസം, നമ്മളുടെ വിശ്വാസം നമ്മൾ രക്ഷിക്കുന്നതാണല്ലോ. നമ്മൾ ആ ഒരു ദൃഢമായ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. പിന്നെ നമുക്ക് അറിഞ്ഞൂടാ വഴി ഏതെന്ന് അറിഞ്ഞൂടാ, പക്ഷെ അത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തൊരു കാര്യം അല്ലാത്ത എന്തോ ഒരു കാര്യം ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾ സക്സസ്ഫുള്ളി കൊണ്ടുപോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതായിരിക്കില്ല, ഒരു പുതിയൊരു കാര്യമായിരിക്കാം, പുതിയ എന്തോ ഒരു കാര്യം. അതെന്താണെന്ന് ഇപ്പോഴും അത് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല, പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഉടനെ വരും എന്നാണ് കാണുന്നത് കേട്ടോ. ജൂലൈ മാസത്തിൽ അത് വരും. നിങ്ങൾ ഏത് വഴിയിലാണ് പോകേണ്ടത്, വളരെ സക്സസ്ഫുള്ളി നിങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു വഴി ദൈവം നിങ്ങൾക്കായിട്ട് തുറക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾ ഓവറോൾ ചെയ്യേണ്ടത്
നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകൊടുക്കുക. നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നാൽ നമ്മൾ നല്ല കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് വരില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഫ്യൂച്ചറിനെ പേടിക്കാതിരിക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത ടെൻഷനും വിഷമവും ഒന്നും നമ്മൾ കൊണ്ട് നടക്കണ്ട. പ്രസൻറ്റിലായിരിക്കുക. പ്രസൻറ്റിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഇതിൽ ഇപ്പം ഒരു ഓവറോൾ മെസ്സേജ് വരുന്നത്, റിലേഷൻഷിപ്പിൽ നിങ്ങൾ പഴയ പാറ്റേണൊക്കെ വിട്ട് കളഞ്ഞ് നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുക. നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ കരിയറിലും ഫിനാൻസിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായാലും നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ട്. പുതിയ അറിവുകൾ നേടുകയും അതിൽ നിങ്ങൾ പിടിച്ചിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾക്ക് ക്ഷമയോടെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ കഴിവുകളും ഒക്കെ ആത്മീയ വളർച്ച ഉണ്ടാകും. കഴിവും ആത്മീയ വളർച്ചയും നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് കാണുന്നത്. അതൊരു പുതിയ തുടക്കത്തിലേക്ക് വരും എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു ഓവറാൾ എന്ന് പറയുന്നത് നിങ്ങളൊരു മാറ്റം ഈ ഒരു ജൂലൈ മന്തിൽ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. പഴയ ആളല്ല നിങ്ങൾ, പുതിയൊരാളായിട്ട് തീരുന്നു. ഓവറോൾ റിലേഷൻഷിപ്പിലും നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ അതിൽ കടിച്ചു തൂങ്ങിയിരിക്കാതെ നിങ്ങളത് വിട്ടുകളയുന്നു. കരിയർ ഫിനാൻസിൽ നിങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. സ്പിരിച്വാലിറ്റിയിലും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യവും ഒക്കെ നന്നായിട്ട് തന്നെ നടക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്. ജൂലൈ മന്ത് നിങ്ങൾക്ക് ഓവറോൾ വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു കാർഡ് എടുക്കാം. എന്താണെന്ന് നോക്കട്ടോ. ഡ്രാഗൺസ് ആണ് ഇതില്. നിങ്ങൾ ഈ ഒരു മാസം ഇങ്ങനെ ഓടി നടക്കേണ്ട ഒരു സമയമല്ല എന്നുള്ളതാണ്. നിങ്ങൾ ധൈര്യത്തോടെ ചില കാര്യങ്ങൾ നേരിടണം. ആ ഒരു സമയമാണ് ഈ ഒരു ജൂലൈ മന്ത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഭയമുണ്ടാകാം, ആത്മവിശ്വാസക്കുറവുണ്ടാകാം, പഴയ മുറിവുകളുണ്ടാകാം, നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകാം. പക്ഷേ ഇതൊന്നും എനിക്ക് പറ്റൂല എന്നുള്ളതിലുപരി, അല്ലെങ്കിൽ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വിട്ട് കളഞ്ഞ് ഇനി ഞാൻ ഓടൂല, എല്ലാം നിന്ന് ഞാൻ പ്രതിരോധിക്കും, അല്ലെങ്കിൽ എൻ്റെ ശക്തി ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ അതിനെ റിയാക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് കേട്ടോ. ഇതിൽ നിങ്ങളുടെ ഭയം മാറുന്നു എന്നുള്ളതാണ് ഇതിൽ ഡ്രാഗൺസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പേടിയെല്ലാം മാറി നിങ്ങൾ അവിടെ എല്ലാം എതിരിടാൻ അല്ലെങ്കിൽ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പാണെന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഈ ഡ്രാഗൺ എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു ടോക്സിക് അറ്റാച്ച്മെന്റ് പറയാട്ടോ. ആ ടോക്സിക് അറ്റാച്ച്മെന്റ് ഒക്കെ മാറിയിട്ട് അവിടെ നിങ്ങളിതൊക്കെ വെട്ടിക്കളയാൻ പറ്റും. നിങ്ങൾക്കുള്ള ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളെയും കട്ട് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രാഗൺ അതിനെ ഇപ്പം നമ്മൾ നേരിടണം. നമ്മൾ ആൾറെഡി നമ്മളുടെ കൂടെ ഉള്ളതാണ്. പക്ഷെ നമുക്കത് ഭയമാണ്, അതെങ്ങനെ ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും. കാരണം എന്തോ ഒരു കാര്യം, ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ നമ്മളിപ്പം നേരിടണം എന്നാണ് കാണുന്നത് കേട്ടോ. അത് ചിലപ്പോൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന റിലേഷൻഷിപ്പ് ആകാം, നിങ്ങളെ തന്നെ ചെറുതാക്കുന്ന ഒരു വിശ്വാസമാകാം, അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാകാം ഈ ഡ്രാഗൺ എന്ന് പറയുന്നത്. ഈ ഡ്രാഗണാണ് ഇതിൻ്റെ സിമ്പിൾ കേട്ടോ. അത് റിലേഷൻഷിപ്പോ വിശ്വാസമോ ഭയമോ ഒക്കെ ആയിരിക്കാം. അത് ഇത്രയും കാലം ചിലപ്പോൾ നിങ്ങൾ അതിനെ ഒഴിവാക്കി വിട്ടുകൊണ്ടിരിക്കാം. പക്ഷെ ഈ ഒരു സമയം അതല്ല, നിങ്ങൾ അതിനെ നേരിടേണ്ട ഒരു സമയമാണ്. അതിനുള്ള ധൈര്യവും ശക്തിയും ഒക്കെ ദൈവം ഈ ഒരു സമയം നിങ്ങൾക്ക് തരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ശബ്ദം ഒളിപ്പിക്കേണ്ട ഒരു സമയമല്ല. നിങ്ങൾ തുറന്ന്, കാരണം ഇതിൽ ത്രോട്ട് ചക്രയാണ് വന്നിട്ടുള്ളത്, കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ വന്നിട്ടുള്ളത്. നിങ്ങൾ സംസാരത്തിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കും ഈ ഒരു മാസം. അപ്പോൾ ഇതാണ് ഓവറോൾ ഈ ഒരു ജൂലൈ മന്തിൽ നിങ്ങൾക്കുള്ളത്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അത് ജൂലൈ അവസാനമാവും. എന്തായാലും നിങ്ങൾക്ക് ഒരു തോന്നൽ, നിങ്ങൾ ഈ ഒരു സമയം തന്നെ നിങ്ങൾക്ക് ഇതാണ് ജൂലൈ മന്ത് റീഡിങ്. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.